പ്രിയപ്പെട്ട ദേശാഭിമാനി മാധ്യമ പ്രവർത്തകരെ, ദേശാഭിമാനി കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, ദേശാഭിമാനി വായനക്കാരെ, എന്നെയും നിങ്ങളെയും പോലുള്ള ദേശാഭിമാനി വായനക്കാരെ. ദേശാഭിമാനി വരുത്തുക എന്ന് പറയുന്നത് പാർട്ടി പാർട്ടി നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. ദേശാഭിമാനി വായിക്കുക എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് വായിക്കുന്നവരാകാൻ നമ്മളിൽ പലരും. ഞാൻ അങ്ങനെ വായിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും പാർട്ടിക്കാരെ അടിച്ചേൽപ്പിച്ചതല്ല. ഞാൻ ദേശാഭിമാനി വീട്ടിൽ വരുത്തുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് രാവിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ ആകെ നടുങ്ങിപ്പോയി. ഇതെന്തൊരു ബ്ലണ്ടറാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ദേശാഭിമാനിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാർത്ത. രണ്ടാമത്തെ പേജ് നോക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി വേറൊരു വാർത്ത വരും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട ഒരു 10-15 പോയിന്റുകളാണ് ഒന്നാമത്തെ പേജിൽ നിരത്തിയിരിക്കുന്നത്. ഒന്ന്, KSRTC അടച്ചുപൂട്ടുന്നു. അടുത്ത ലോഡ് ഷെഡിങ് വീണ്ടും വരുന്നു. പിന്നെ പാഠപുസ്തകങ്ങൾ വൈകിയത് കാരണം കുട്ടികളാകെ പ്രതിസന്ധിയിൽ. പിന്നെന്താണ്, 40% സർക്കാർ സ്കൂളുകളും ലാഭകരമല്ല, അടച്ചുപൂട്ടാൻ പോകുന്നു. പിന്നെ പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം. അതുപോലെ ട്രഷറി കാലിയാണ്. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഗോവിന്ദ. പിന്നെ ദേശീയപാത വികസനം ഫണ്ടില്ലാത്തതുകൊണ്ട് നിർത്തി വച്ചിരിക്കുകയാണ്. അതുപോലെ ടാറിന് പൈസ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള വാർത്തകളാണ് ഒന്നാം പേജിൽ ഇന്ന് ദേശാഭിമാനി നിരത്തി വച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഞാൻ പത്രപ്രവർത്തകൻ ആയതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ ഇത് ഒരിക്കലും ദേശാഭിമാനി ഇങ്ങനെ വാർത്തയായി കൊടുക്കില്ല. അത് സൂക്ഷ്മമായി നോക്കുമ്പോൾ അതിന് താഴെ ആ വാർത്ത വന്ന തീയതി, യഥാർത്ഥത്തിൽ ആ വാർത്ത വന്ന തീയതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരസ്യ സ്വഭാവമുള്ള വാർത്തയാണ്. മുമ്പ് ജെയിൻ യൂണിവേഴ്സിറ്റി 50 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നുവല്ലോ. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് പരസ്യം കൊടുത്തതാണ്. പക്ഷെ പരസ്യമാണ് എന്നൊരു വാചകം മുകളിൽ ഏറ്റവും ഒടുവിലത്തെ ലൈനിൽ അതൊരു പരസ്യമാണ് എന്നിങ്ങനെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു വാർത്ത. ഏതാണ്ട് ദേശാഭിമാനിയും ഇന്ന് ചെയ്തിരിക്കുന്നത് ഒന്നാം പേജും രണ്ടാം പേജും തെരഞ്ഞെടുപ്പിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാനുള്ള പരസ്യം ചമയ്ക്കലാണ് ചെയ്തിട്ടുള്ളത്. ഞാനിന്ന് രാവിലെ ദേശാഭിമാനിയിലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തനങ്ങൾ വിളിച്ചിട്ട് എൻ്റെ പരിഭവവും എനിക്കുണ്ടായ ഒരു തോന്നലുകളും ഒക്കെ വിളിച്ച് വിമർശനമായി പറയുകയും ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, സാധാരണ ബിഡി തൊഴിലാളിയും കയറ്റിറക്ക് തൊഴിലാളിയും ഒക്കെയാണ് ദേശാഭിമാനി വായിക്കുന്നവർ ഭൂരിപക്ഷവും. കാരണം നിർബന്ധിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നു. എടുത്തു വെച്ച് വായിക്കുമ്പോൾ അവൻ ആകെ തകർന്നു പോയി. ഇത് എന്റെ സർക്കാർ ഇങ്ങനെ ചെയ്തു, ദേശാഭിമാനിക്ക് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിക്കും. അതിനുശേഷമേ അവൻ മനസ്സിലാക്കുകയുള്ളൂ ഇതൊരു പരസ്യമായിരുന്നു എന്നൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വേണം. ഇന്ന് ദേശാഭിമാനി വായനക്കാരിൽ ഒരു 90% പേരും ഞാൻ അനുഭവിച്ചതുപോലുള്ളൊരു മാനസിക സംഘർഷം പെട്ടെന്ന് അനുഭവിച്ചു കാണും. നമുക്ക് പത്രപ്രവർത്തകനായിരുന്നിട്ട് പോലും ഒരു അതിശയം, ഇതെന്ത് ദേശാഭിമാനിക്ക് ഇതെന്ത് പറ്റി എന്ന ഒരു ചോദ്യം ഉള്ളാലെ ചോദിച്ചു പോകും. എനിക്ക് അവിടെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ച് എൻ്റെ പരിഭവം പറയുകയും ചെയ്തു. ഇത് ഏത് എഡിറ്റോറിയൽ കിഴങ്ങനാണ് ചെയ്തത്? പുത്തലത്ത് ദിനേശനെ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ലേ ഔട്ട് ചെയ്ത എല്ലാ ആളുകളും ഇന്ന് കിഴങ്ങന്മാരാണോ എന്ന് ചോദിക്കേണ്ടിയും വന്നു. കാരണം ദേശാഭിമാനി, മനോരമ ചെയ്തത് എന്തോ ആകട്ടെ, അതുപോലെ ആന തൂറുന്നത് പോലെ ആട് തൂറി വെച്ചാൽ അങ്ങനെ ഇരിക്കും. അതായിരുന്നു ഇന്നത്തെ ദേശാഭിമാനിയുടെ അവസ്ഥ. വേണമെങ്കിൽ ഒരു പുള്ളൗട്ടായിട്ട് അവർക്കിത് അതിൻ്റെ പത്രത്തിന്റെ കൂടെ ഉപയോഗിക്കാമായിരുന്നു. വളരെ സരസമായി, വളരെ മനോഹരമായി ഈ പുള്ളൗട്ട്, ഒരു 2 പേജ് പുള്ളൗട്ട് ദേശാഭിമാനിക്കുള്ളിൽ തന്നെ ഉൾപ്പെടുത്താമായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഇത്. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, ആ തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം. ഇത് മാസ്റ്റർ ഇട്ട് ലോഡ് ഷെഡിങ് വരുവാണ് എന്ന് വായിക്കുന്ന ഒരുത്തൻ ആദ്യം ഇത് വാർത്തയാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കും. അല്ലാതെ താഴത്തെ ലൈനിൽ മഞ്ഞ വരയിട്ട് കൊടുത്തിരിക്കുന്ന രീതി ഒന്നും ആരും നോക്കുകയില്ല. ഞാൻ ആ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, നിങ്ങളത് കണ്ടു കാണുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പത്രം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാമായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ മഞ്ഞ വരയിട്ടിട്ട് ഇത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള വാർത്തയാണ്, അന്ന് ഇങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാൻ മഞ്ഞ വരയിട്ട് ഏറ്റവും ഒടുവിൽ സാധനം കൊടുക്കേണ്ട രീതി. ആദ്യത്തെ പേജിലെങ്കിലും മുകൾ ഭാഗത്ത് തന്നെ 10 വർഷം മുമ്പ് കേരളം എങ്ങനെ എന്നൊരു, അല്ലെങ്കിൽ കേരളം ഇങ്ങനെ എന്നൊരു ചോദ്യചിഹ്നം ഇട്ട് കൊടുത്ത ശേഷം ഈ വാർത്തകൾ നിരത്തിയിരുന്നുവെങ്കിൽ എന്നെ പോലുള്ള സാധാരണക്കാർക്ക്, നല്ല പരിണിതപ്രജ്ഞരായ വലിയ കഷത്ത് കല്ല് കയറ്റി വെച്ചിരിക്കുന്ന സഖാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നെ പോലെ പാർട്ടി സ്നേഹിക്കുന്ന സാധാരണക്കാരിൽ പത്രപ്രവർത്തകൻ എന്ന അതും പോട്ടെ, സാധാരണക്കാരായ ആളുകൾക്ക് അതൊരു മനസ്സിലാക്കാൻ പറ്റില്ല. ഇമ്മാതിരി കോമാളിത്തരങ്ങൾക്ക് കാണിക്കരുത്. പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുമ്പോഴും ഇതുപോലെ കോമാളിത്തരം ദേശാഭിമാനി കാണിച്ചു. അതുപോലെ തന്നെ പരസ്യം കൊടുത്ത് കോമാളിത്തരം കാണിച്ചു. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇവർ കരുതുന്നത് ഇതിപ്പോ അങ്ങ് ഉണ്ടാക്കിക്കളയാമെന്നാണ്. ആളുകളുടെ ഇങ്ങനെ ഉടനെ അങ്ങ് എൻ്റെ കൂടെ അങ്ങ് വന്നു കളയും, അല്ലെങ്കിൽ എൻ്റെ കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഓക്കെ ആയി കളയും
എന്നൊരു ധാരണയുടെയും ധാർഷ്ട്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ പൊട്ടന്മാർ ഇങ്ങനെ വരച്ച് കൂട്ടുന്നത്. ഇത് പാർട്ടിയെ എന്താണ് ശവപ്പറമ്പിലേക്ക് എടുക്കുന്ന രീതിയാണ്. സാധാരണക്കാരാണ് പാർട്ടിയെ സ്നേഹിക്കുന്നത്. അവർക്ക് ഒരു ആശയമില്ല, അധികാരമോഹമില്ല. അവർക്ക് ചെങ്കൊടി തണൽ മാത്രം. ചെങ്കൊടി തണലിൽ വീണ്ടും ഇൻകുലാബ് മുഴക്കി ഇങ്ങനെ മുന്നോട്ട് പോവുക. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസവും മനസ്സിനുള്ള ധൈര്യവും പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്തുമൊക്കെ വളരെ വലുതാണ്. അല്ലാതെ അധികാര കസേരകളിൽ കയറിയിരിക്കണമെന്നൊന്നും നമുക്കൊന്നും അങ്ങനെ ആഗ്രഹമേ ഇല്ല. അങ്ങനെയുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാരെ പൊട്ടനാക്കാൻ വേണ്ടി കുറെ ഊളന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവന്മാര് എന്തെങ്കിലുമൊക്കെ പടച്ചു വിടുകയാണ്. അവന്മാർ പടച്ചു വിടുന്നതൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ട് നമ്മളൊക്കെ വലിയ ബുദ്ധിജീവികളാണ് എന്ന തരത്തിലാണ് ഇവന്മാർ ഇങ്ങനെ പടച്ചു വിടുന്നത്. പലവന്മാരും മറ്റേ കാക്കി നിക്കറ് കോണത്തിനടി കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നവന്മാരാണ്. അവന്മാർ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ ചാക്കിട്ട് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ ബുദ്ധി ഉപദേശിക്കലെങ്കിൽ ഈ പുത്തലത്ത് ദിനേശനെങ്കിലും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും സ്വീകരിക്കരുത്. ലേ ഔട്ട് പക്കയായിട്ട് ചെയ്യാൻ, വൃത്തിയായിട്ട് ലേ ഔട്ട് ചെയ്യാൻ അവന്മാരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ കഴിവുള്ളവന്മാരെ പിടിച്ചിരുത്തണം. അവിടെ കഴിവുള്ള ആളുകളില്ലെന്നല്ല, ലേ ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദേശാഭിമാനി ആയതുകൊണ്ടാണ് ഇത്രയും ആർജവത്തോടു കൂടി ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇമാതിരി ഊള ലേ ഔട്ടുകൾ ഇലക്ഷൻ കാലത്തെങ്കിലും ഇറക്കാതിരിക്കണം. ഇങ്ങനെ ആളുകളെ നിങ്ങളങ്ങ് പെട്ടെന്ന് ഉദ്ധരിപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഉദ്ബോധിപ്പിച്ച് കളയാം എന്നതൊക്കെ വെറും മോശം ചിന്താഗതിയാണ്. പറയുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി പറയണം. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി പറയാൻ പഠിക്കണം. അല്ലാതെ ഒരു മാങ്ങയും തേങ്ങയും ഇല്ലാതെ കുറെ കാര്യങ്ങൾ വലിച്ചു കൂട്ടി വെച്ചിട്ട് അത് പത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത് കൊണ്ട് കാര്യമില്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാകുന്ന ലേ ഔട്ടിൽ വാർത്തകൾ കൊടുക്കാനും അതുപോലെ തന്നെ പാർട്ടി വാർത്തകളാണെങ്കിലും താരതമ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും കൃത്യമായി കൊടുക്കാൻ അവിടെ ഇരിക്കുന്ന മറ്റ് ആളുകളോട്, എല്ലാവരും സഹാക്കളാണെന്നാണ് ഒരു ധാരണ. പക്ഷെ അങ്ങനെയുള്ള ധാരണ മാത്രമേ ഉള്ളൂ. കഷത്ത് ചെങ്കല്ലും കെട്ടി ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെ. അവന്മാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇമാതിരി ഊളത്തരം ഇനിമേലിൽ ആവർത്തിക്കരുത്. സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ആരെങ്കിലും പോകണം. റിപ്പോർട്ടർ ടിവിയുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കണ്ടു, വ്യാഖ്യാനിച്ചിട്ടുണ്ടവർ. ഇത് താരതമ്യ പഠനമാണ്, അത് വളരെ ഗംഭീരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഓരോ പത്രം ഇവിടെ ഏജന്റിന്റെ കൂടെ ഒരു പാർട്ടിക്കാരനെ പറഞ്ഞു വിടണം. പാർട്ടികളെ നിങ്ങൾ നിയോഗിക്കണം. ഇതിങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പത്രം എന്ന് പറയാൻ. ഇനി മേലിലെങ്കിലും ദേശാഭിമാനി ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ച് കൂട്ടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു.